ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നാണെങ്കിൽ ഒരു ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ US-ലുള്ള ഒരു അമ്പലത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ വെളിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ മോള് നോക്കുന്നത് നമ്മുടെ കാറാണ്. അതൊന്ന് കണ്ടുപിടിച്ചാലേ അവൾക്ക് ഒരു സമാധാനം ആവുള്ളൂ. അപ്പം നമ്മളാണെങ്കിൽ ഒരു 10 മണി ആ ഒരു സമയത്താണ് ഇറങ്ങിയത്. അപ്പം ചേട്ടൻ തപ്പിക്കൊണ്ടിരിക്കുന്നത് കാറിൻ്റെ കീ ആണ്. ആളിത് ഓണാക്കിയതിന് ശേഷം പിന്നെ കീ എവിടെ വെച്ചെന്ന് ഡൗട്ടായിരുന്നു. പക്ഷെ അവസാനം പോക്കറ്റിൽ നിന്ന് തന്നെ എടുത്തു. നമ്മളിപ്പോൾ പോകുന്നത് കാസിൽബറി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ഹിന്ദു ടെമ്പിളാണ്. അത് ഇവിടുന്ന് ഏകദേശം 31 മൈലോളം വരും. അതായത് ഒരു 45 മിനിറ്റൊക്കെ വേണ്ടി വരും നമുക്ക് അവിടെ വരെ എത്താനായിട്ട്. അപ്പോൾ കുറച്ച് ദൂരമുണ്ട്. അപ്പം ഞങ്ങൾ ഇതിൽ മുന്നേ ഒരു തവണ മാത്രമേ അവിടെ പോയിട്ടുള്ളൂ. നമ്മളെവിടെ പോവാടാ? എന്നോ ആരെ കാണാനാവുന്നേ? ശിവാംബോലി. അപ്പം നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഒരു 10 മണിയായി. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒരു ക്യാൻറ്റീനുണ്ട്. അപ്പോൾ ക്യാൻറ്റീനിന് നമ്മൾ ദോശയൊക്കെ വാങ്ങണമെങ്കിൽ ഒരു 10:30-11 മണിയൊക്കെ ആയിട്ടേ അവിടെ ഉണ്ടാകത്തുള്ളൂ. സത്യത്തിൽ അമ്പലത്തിൽ പോവുകയാണോ അതോ ദോശ കഴിക്കാൻ പോവുകയാണോ എന്നൊരു ഡൗട്ടാണ്. സത്യം പറഞ്ഞാൽ ദോശ കഴിക്കാൻ തന്നെയാണ് പോകുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങിയത്. അപ്പോൾ 12 മണിക്ക് മുന്നേ അവിടെ എത്തണം. 12 മണിയാകുമ്പോൾ അടയ്ക്കും. പിന്നെ വൈകുന്നേരം അത് തുറക്കുള്ളൂ. അപ്പോൾ ആ ഒരു സമയമായപ്പോഴാണ് നമ്മൾ അവിടെ എത്തിയത്. അപ്പോൾ ഒരു 10-10:45 കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളവിടെ എത്തിയായിരുന്നു കേട്ടോ. നല്ല ചൂടായിരുന്നു വെയിൽ. അപ്പം ഇറങ്ങിയ ഉടനെ തന്നെ അവിടെ അവൾ നോക്കിയിട്ട് പറഞ്ഞു, അമ്പലത്തിൽ പോകാനാണെന്ന് പറഞ്ഞ ദേവൂട്ടിക്ക് അവിടെ നോക്കിയിട്ട് പറഞ്ഞു പാർക്കിലാണ് വന്നതെന്ന്. എന്താ വെച്ചാൽ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ പാർക്കുണ്ടായിരുന്നു. അപ്പോൾ അത് അവൾ കണ്ടു. അപ്പോൾ അവൾക്ക് അമ്പലത്തിൽ പോകണ്ട, പാർക്കിൽ പോയാൽ മതി എന്നായി. പിന്നെ നമ്മൾ അകത്തോട്ട് കയറിയേ, അവളെ കൊണ്ട് അകത്ത് അമ്പലത്തിൽ കയറിയിട്ട് പാർക്കിൽ പോകാമെന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണെങ്കിൽ വീഡിയോഗ്രാഫി അലോഡ് അല്ലായിരുന്നു കേട്ടോ. പക്ഷേ എന്തൊക്കെയാണ് ഞാൻ കണ്ടതെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. അത് മാത്രമല്ല, അതിൻ്റെ ചുറ്റും നമ്മൾ കുറേ നടന്ന് കുറേ കാര്യങ്ങൾ കണ്ടു, അതും പറഞ്ഞു തരാം കേട്ടോ. അപ്പം തൊഴുതിറങ്ങി ഞങ്ങളാണെങ്കിൽ ഈ ഒരു പ്രസാദ് ഭവൻ എന്നാണ് അതിൻ്റെ പേര്. ചെറിയൊരു ക്യാൻറ്റീൻ പോലൊരു സെറ്റപ്പാണ്. അവിടെ നമ്മൾ കയറി. അപ്പം നല്ലതായിട്ട് വിശന്നത് കൊണ്ട് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അമ്പലത്തിൻ്റെ ചുറ്റും നടക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ കയറി. അപ്പം ഇവിടെ മെയിനായിട്ട് ദോശ, ഇഡലി അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു. ഞാനും ഹസ്ബൻഡും ദോശയാണ് വാങ്ങിച്ചത്. മോൾക്ക് ഇഡലിയാണ്. ദോശ നല്ലതായിരുന്നു, പക്ഷേ ഇഡലി അത്ര കുറച്ചുകൂടെ എന്തോ വേവാനുള്ള പോലെ തോന്നി. അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എനിക്ക് ഉഴുന്നുവട അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഉഴുന്നുവട മുഴുവൻ അവൾ തിന്നായിരുന്നു കേട്ടോ. കുട്ടികളെ ഇങ്ങനെ കഴിപ്പിക്കുന്നതാണ് കുറച്ച് ബുദ്ധിമുട്ട്. എനിക്കും ദോശ ഇഷ്ടപ്പെട്ടു. ഞാൻ മൈസൂർ മസാല ദോശയാണ് വാങ്ങി. അപ്പം ഞാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ അതിനകത്ത് ബീട്രൂട്ട് ഇട്ടിട്ട് ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അതുണ്ടാകും. പക്ഷെ അതില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവർ സാധാരണ ഒരു മസാല ദോശയുടെ ഫില്ലിംഗ് ആയിരുന്നു. പക്ഷേ അതിലിങ്ങനെ തേച്ചിട്ടുണ്ടായിരുന്നു എന്തോ ഒരു ചട്നി പോലെ, അത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് മോളെ ഡ്രസ്സൊന്ന് മാറ്റി. കാരണം പ്ലേ ഗ്രൗണ്ടിൽ ഇറക്കണമെന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി. അവൾക്കൊരു ഫ്രീ ആയിട്ടുള്ളൊരു ഡ്രസ്സാക്കി. ഈ ഒരു പ്രസാദ് ഭവനിലാണെങ്കിൽ സാധാരണ നമ്മൾ US-ൽ കിട്ടുന്ന ഇന്ത്യൻ ക്യുസീനേക്കാളും കുറച്ചുകൂടെ റേറ്റിൽ കുറച്ച് നല്ല ഫുഡാണ് അവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോൾ വരുമ്പോഴും ഒരു പാഴ്സലൂടെ വാങ്ങാറുണ്ട്. അപ്പം നല്ല വെയിലായതുകൊണ്ട് അവർ കുടയൊക്കെ ചൂടി ഇങ്ങനെ വരികയായിരുന്നു. അപ്പം നമ്മൾ ഇനി അമ്പലത്തിൻ്റെ ഒന്ന് ചുറ്റിക്കറങ്ങി ഒന്ന് കാണാമെന്നൊക്കെ വെച്ചിട്ടാണ്. ഇവിടെ കണ്ട കുറേ പൂക്കൾ, നമ്മുടെ നാട്ടിൽ കാണുന്ന ടൈപ്പ് കുറേ പൂക്കൾ, ജമന്തി അങ്ങനത്തെ, പിന്നെ ഞാൻ മുല്ലപ്പൂവും കുറേ കണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഇവിടെ ഇന്ത്യൻ സ്റ്റോറിൽ ഇതുപോലെ പോയപ്പോൾ മുല്ലപ്പൂവിൻ്റെ ഒരു പ്ലാന്റ് അവിടെ ഇരിക്കുന്ന കണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷേ നല്ല റേറ്റാണ് കേട്ടോ. ഇവിടെ ഏകദേശം $22 അത്രയൊക്കെ റേറ്റ് വരുന്നുണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ കൊടിമരോ ഫ്രണ്ട് ഭാഗമാണ് ഇത്.
ആ അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഫ്രണ്ടിലൊരു ചെറിയ കുളം ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാ മിക്കവാറുമുള്ള അമ്പലങ്ങളിലെല്ലാം ഒരു കുളമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള അമ്പലങ്ങളിൽ പോകാൻ കുറച്ചുകൂടി ഇഷ്ടമാണ്. അപ്പം നമുക്ക് കുളത്തിലൊക്കെ ഇറങ്ങി കാലൊക്കെ കഴുകിയിട്ട് പിന്നെ നമുക്ക് അമ്പലത്തിലൊക്കെ കയറുന്ന അങ്ങനത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ച് ചുറ്റി നടന്ന് കാണാമെന്നൊക്കെ വിചാരിച്ചാണ് അങ്ങോട്ട് പോയത്. ഇതാണെങ്കിൽ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലായിരുന്നേ. അവിടെ ചെറിയൊരു പാലം പോലൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. ഇപ്പം ഉണക്കമായതുകൊണ്ട് തന്നെ അധികം വെള്ളമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇതിനകത്ത് നല്ലപോലെ കുഞ്ഞു മീനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട്. ആ ഒരു എന്താ പറഞ്ഞ ആ ഒരു വ്യൂ അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഈ ഒരു ഭാഗമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ലോണം സൂക്ഷിച്ച് നോക്കിയാൽ നല്ല കുഞ്ഞു കുഞ്ഞു മീനുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളം പക്ഷെ അത്ര ക്ലിയർ അല്ലായിരുന്നു. നല്ല പായൽ നല്ലതുപോലെ ഉണ്ടായിരുന്നു വെള്ളത്തിൽ. ആ വെള്ളത്തിൻ്റെ ഒരു ഭാഗത്താണെങ്കിൽ ഇതുപോലെ ആമ്പൽ ചെടികളൊക്കെ ആമ്പൽ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. അതിനകത്ത് കുറേ ആമ്പൽ വിരിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഒരു മഞ്ഞ കളറ് ഒക്കെ അടിപൊളിയായിരുന്നു. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഏകദേശം ഒരു 50 വർഷത്തോളം പഴക്കമുള്ള ഒരു അമ്പലമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു ഓഡിറ്റോറിയം പോലെ ഒരു വലിയ ഏരിയ ആണ്. അതിനകത്ത് ഓരോ ദൈവങ്ങളുടെ ഓരോ ചെറിയ ചെറിയ എന്താ പറയുക അമ്പലങ്ങൾ പോലെയായിരുന്നു ഉള്ളത്. എല്ലാ ആ ഒരു ഏരിയക്കുള്ളിൽ തന്നെ ഓരോ സൈഡിലായിട്ട് കുറേ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങൾ അത്രയേ ഉള്ളായിരുന്നു. അതിൻ്റെ നടുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഭജന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉള്ള ചെറിയൊരു ഏരിയയും അത് മാത്രമേ ഉള്ളായിരുന്നു. ഇവിടെ മിക്കവാറും എല്ലാ അമ്പലങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാതെ നമ്മുടെ കൂട്ട് നാലമ്പലം ചുറ്റമ്പലം അങ്ങനത്തെ കൺസെപ്റ്റ് ഇല്ല. ഈ ഒരു ഏരിയക്കുള്ളിലുള്ള കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ വെളിയിൽ നിൽക്കുന്ന ഒരാൾക്ക് അകത്ത് എന്താണെന്നൊന്നും കാണാൻ പറ്റത്തില്ല. ഉള്ളിൽ കയറിയാൽ മാത്രമേ അതിനകത്തുള്ള അമ്പലങ്ങളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആണെങ്കിൽ പാർക്കിൽ കയറണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ അപ്പോഴേക്ക് നല്ല മഴ പൊടിഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മൾ വേഗം വണ്ടി എടുത്ത് നമ്മളങ്ങ് ഇറങ്ങി. കാരണം ഇനി നമ്മൾ വെയിറ്റ് ചെയ്താൽ ഇവിടുത്തെ മഴയെന്ന് പറഞ്ഞാൽ എപ്പം നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ആ സമയം കൊണ്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് നമ്മൾ തിരിച്ചു അവിടുന്ന്. അങ്ങനെ ഏകദേശം ഒരു 40-45 മിനിറ്റ് എടുത്ത് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ഏരിയയിലോട്ട് എത്തി കേട്ടോ. അവിടെ എത്തിയപ്പോൾ തീരെ മഴയില്ലായിരുന്നു. മഴയുടെ ഒരു എന്താ പറയുക ഒരു തെളിവ് പോലും ഇല്ലായിരുന്നു. പക്ഷേ നല്ല പോലെ മൂടലുണ്ടായിരുന്നു. ആകാശത്താണെങ്കിൽ നല്ല പോലെ കാർമേഘമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ചേട്ടനാണെങ്കിൽ ഒരു ഷൂസ് വാങ്ങാനായിട്ട് വന്നതാണ്. അപ്പോൾ കുറേ തപ്പി നോക്കിയിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന് നോക്കിയിട്ട് ഒന്നും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അപ്പോൾ അവസാനം പക്ഷേ ഇന്ന് വന്നപ്പോൾ ഒരെണ്ണം ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ഷൂ അവിടുന്ന് എടുത്തു. മോൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം അവൾക്ക് ഇഷ്ടപ്പെടും. അപ്പം നമ്മളത് അവളുടെ കയ്യിൽ അങ്ങ് കൊടുക്കും. അപ്പോൾ അവൾക്ക് ഈ ഒരു ബാഗ് ഇഷ്ടപ്പെട്ടു. അതും കൊണ്ട് ഇങ്ങനെ അവിടെ നടന്നോളും കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതങ്ങ് എടുത്ത് മാറ്റി വെക്കും. അങ്ങനെ ആ പതിവ്. അപ്പോൾ നമ്മൾ ആ ഷൂ ഒക്കെ എടുത്തിട്ട് തിരിച്ച് നമ്മൾ വേറൊരു കടയിലോട്ട് വന്നതാണ് മോൾക്കൊരു വാച്ച് വാങ്ങിക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ വാച്ചൊക്കെ നോക്കാൻ നമ്മൾ കയറിയെങ്കിലും എനിക്ക് ടോപ്പൊക്കെ നോക്കി. പക്ഷേ ഞാൻ അവസാനം അത് എടുത്തില്ല കേട്ടോ. അതിൻ്റെ മെറ്റീരിയൽ എന്തോ ഡാമേജ് ഉണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾക്ക് വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾക്ക് മോക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ വാച്ച്. ആ ഒരൊറ്റ പീസേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി. സമയമൊക്കെ പറയും കേട്ടോ. എത്ര സമയം ചോദിച്ചാലും അവൾക്ക് 8 മണി മാത്രമേ അറിയത്തുള്ളൂ. എത്ര ഈ സമയം ചോദിച്ചാൽ അവൾ പറയും 8 മണിയായെന്ന്. അപ്പം ഇപ്പോഴും അത് കെട്ടിക്കൊണ്ട് നടക്കും. ഉറങ്ങുമ്പോഴും അത് കിട്ടും. അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്കത്. അപ്പം അപ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് അത് നോക്കിയിട്ട് ഇങ്ങനെ എന്നോട് സമയമൊക്കെ പറയും. ഇപ്പം ഞാൻ സമയം ചോദിച്ചപ്പോൾ പറയാം മിൽക്ക് ഷേക്ക് വാങ്ങിക്കാനുള്ള സമയമായിരുന്നു. അതായത് അവൾക്കിപ്പോൾ ഒരു മിൽക്ക് ഷേക്ക് വേണം. അതിന് വേണ്ടിയിട്ട് പറയുകയാണ്. ആൾക്ക് ഭയങ്കര ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല. അപ്പം നമ്മൾ അവിടെ പോയതുകൊണ്ട് ഉറങ്ങിയില്ലല്ലോ. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് അവളെ ഉറക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.